അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം കെ സിയുടെ മുഖ്യമന്ത്രി മോഹമാണ്. ഞാനും അത് പറഞ്ഞായിരുന്നു. കെ സിയുടെ മുഖ്യമന്ത്രി മോഹമാണ് ഈ വിഷയം ഇത്ര സങ്കീർണമാക്കിയത്. അതിനുള്ള മറുപടി നോക്കൂ, ശ്രീജിത്ത് പണിക്കർ ഏത് രീതിയിലാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെതായ റിസർവേഷൻ ഉണ്ട്, അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ്. കെ സി വേണുഗോപാലിനെ ശ്രീജിത്ത് പണിക്കറിനെ അറിയുമെന്ന് എനിക്ക് അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കെ സി വേണുഗോപാലിനെ കാണാൻ തുടങ്ങി 89 കാലഘട്ടത്തിൽ ഞാൻ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ കൂടിയാണ് കെ സി വേണുഗോപാലിനെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അന്ന് ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന കമ്മിറ്റിയിൽ ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മാത്രമാണ് ശ്രീ വി ഡി സതീശൻ ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് മുതൽ ഞങ്ങളുടെ ഇവർ രണ്ടുപേരെയും പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്ദാപുരത്തെ ക്യാമ്പിലെ പോലീസ് മർദ്ദനം, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ പോലീസ് രാമനഗരത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായ അക്രമങ്ങൾ, പോലീസ് അതിക്രമം, അതിലൊക്കെ അക്രമത്തിലൊക്കെ ധീരമായി പോരാടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഘട്ടത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകളെ അതിശക്തമായി അന്നത്തെ ഗവൺമെൻറ്റിനെതിരായി മുന്നോട്ട് കൊണ്ടുവരുവാൻ ശക്തമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. നമുക്കെല്ലാവർക്കും അറിയാം, മഹാസാഗരവും അതുപോലെ തന്നെ കോഴിക്കോട് മാനന്തവാടിയിൽ നടന്ന പരിപാടികളുമൊക്കെ കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ യുവജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ച് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് MLA ആയി, വർഷങ്ങളായി ആലപ്പുഴയിൽ നിന്ന് MLA ആയി വന്ന് അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിൽ അംഗമായി, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയായി വിവിധ സംസ്ഥാനങ്ങളുടെ ചാർജ് വഹിച്ചു. ഇപ്പോൾ 7 വർഷക്കാലമായി നമ്മുടെ സംഘടനാ ചുമതലയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം സംഘടനാ ചുമതലയായി ഏറ്റെടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 44 സീറ്റുകൾ മാത്രമുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി അന്ന് ഘടകകക്ഷികളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തമായ മുന്നണിയോ ഉണ്ടാവാത്ത സമയത്ത് അതിനെല്ലാം ശക്തമാക്കി എടുത്തുകൊണ്ടുവരുന്നതിന് വലിയ പ്രേരക ശക്തിയായി അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ കാസർഗോഡ് മുതൽ കന്യാകുമാരി മുതൽ അങ്ങ് ശ്രീനഗർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര, ഭാരത് ന്യായ യാത്ര, അതുപോലെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. അങ്ങനെ 240 സീറ്റുകൾ ഇന്ത്യ രാജ്യത്ത് എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്.